ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ വിഷയം അതിൽ കമ്മീഷൻ്റെ നടപടികൾ, അതിൻ്റെ ഒരു കാലതാമസം, അതിലൊടുവിലെടുത്ത തീരുമാനം, ഈ പ്രചാരണം രാജ്യത്താകെ ഉണ്ടാക്കുന്ന അപകടം, അതിൻ്റെ ഗൗരവം വളരെ വലുതാണ്. ഈ ഗൗരവത്തിൽ നിന്നുകൊണ്ട് പരിശോധിച്ചാൽ കമ്മീഷൻ രാജ്യം ഭരിക്കുന്ന പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ, ആ പ്രധാനമന്ത്രി തന്നെ അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ കമ്മീഷൻ ഇടപെടേണ്ടത് ഈ വിധമായിരുന്നോ? അല്ല, തീർച്ചയായും അല്ല എന്ന് പറയേണ്ടി വരും. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടന നൽകുന്ന അധികാരവും ഉത്തരവാദിത്വവുമാണ് കമ്മീഷനുള്ളത്. 1951-52 ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനുകൾ വളരെ പ്രശംസനീയമായ, വിശ്വസനീയമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. TN ശേഷൻ്റെ കാലമെത്തുമ്പോഴേക്ക് അത് ജനങ്ങൾ കൂടുതലായി മനസ്സിലാക്കി തുടങ്ങി എന്ന് മാത്രം. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ അങ്ങനെയാണ് നിയമിക്കുന്നത്. തനിക്ക് ഇഷ്ടമുള്ളവരെ, തന്നോട് വിധേയത്വമുള്ളവരെ, തൻ്റെ ആശ്രിതരെ ഇലക്ഷൻ കമ്മീഷണർമാരാക്കാൻ കഴിയുന്ന രീതിയിൽ നിയമത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. അത് സുപ്രീം കോടതി നിർദ്ദേശിച്ച ഒരു ചട്ടക്കൂടുണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള കമ്മീഷണർമാരിൽ നിന്ന് ഇങ്ങനെയല്ലാതെ മറ്റൊരു പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. വലിയ കുറ്റമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് ഈ പ്രധാനമന്ത്രിയാണ്. നമുക്ക് പല പ്രധാനമന്ത്രിമാരെയും കണ്ട് പരിചയമുണ്ട്, ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട്. എന്തിന് BJPയുടെ തന്നെ പ്രധാനമന്ത്രി വാജ്പേയി, അദ്ദേഹം സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ അതിൻ്റെതായ അന്തസ്സ്, കുലീനത, അതൊക്കെ എത്രയോ ശ്രദ്ധേയമായിരുന്നു. അതുകൊണ്ട് നമുക്ക് വിട്ട് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കാലം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വേഷം കെട്ട് ഈ തലപ്പാവിലും മറ്റ് വേഷങ്ങളിലും മാത്രമല്ല വർത്തമാനത്തിലും വന്നിരിക്കുകയാണ്. ആരെക്കുറിച്ചും എന്തും പറയാം എന്ന അവസ്ഥ വന്നിരിക്കുന്നു. വളരെ മ്ലേച്ഛമായ ഭാഷ ഉപയോഗിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു. നിയന്ത്രിക്കേണ്ടത് ആരാണ്? പ്രധാനമന്ത്രിയുടെ വാക്കുകൾ തെറ്റാണ് എന്ന് കമ്മീഷൻ, അല്ലെങ്കിൽ ആ വാക്കുകൾ ന്യായീകരിക്കത്തക്കതാണ് എന്ന് കമ്മീഷൻ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ശാസിക്കുന്നതിന്, പേരെടുത്ത് പറഞ്ഞ് ശാസിക്കുന്നതിന്, കമ്മീഷന് നൽകാൻ കഴിയുന്ന ശിക്ഷ നൽകുന്നതിന് കഴിയാത്ത നിസ്സഹായാവസ്ഥയിൽ നമ്മുടെ കമ്മീഷൻ എത്തിച്ചേർന്നുവെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യത്തെ ഈ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യത അത് നമ്മുടെ മുന്നിൽ മാത്രമല്ല ലോകസമക്ഷം ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്.